ഈ ഓണത്തിന് പടം ഇറക്കിയ തട്ടുകേട് എന്തെങ്കിലും വരുവോ? മുത്തശ്ശി, ഇപ്പൊ ഇങ്ങനെ സ്റ്റാറുകൾ വേണമെന്നൊന്നും ഇല്ല. പടം കൊള്ളാങ്കി പുതുമുഖങ്ങൾ അഭിനയിച്ചാലും ആളുകൾ കയറി കാണും. എത്രയോ ഉദാഹരണങ്ങൾ കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇവന്മാരൊക്കെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴാ കുഴപ്പം. പിന്നെ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട് മുത്തശ്ശി. ഈ നമ്മുടെ കൂടെ നിന്ന് പണിയെടുത്തവരുണ്ടല്ലോ, അവർക്കൊക്കെ കൊടുക്കാനുള്ള പണം എങ്ങനെയെങ്കിലും പെട്ടെന്ന് സെറ്റിൽ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ വേറൊന്നുമല്ല, നമുക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്തെന്നൊക്കെ ഇവന്മാര് നാട്ടി പറഞ്ഞുകൊണ്ട് നടക്കും. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് കലിയാവും. നമുക്ക് ഒരുത്തന്റെ സഹായം വേണ്ട, അല്ലാതെ നിൽക്കാനേ നമുക്കറിയാം. ക്യാഷ് എല്ലാം പേ ചെയ്തു ഡോക്ടർ. ഗുഡ്. ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ ഞാൻ നോക്കിയിരുന്നു. മുത്തശ്ശിക്ക് തൈറോയിഡിന്റെ കംപ്ലൈന്റ് ഉണ്ട്. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. കുറച്ചു കാലം സ്ഥിരമായിട്ട് മരുന്നൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും. മുത്തശ്ശി എങ്ങനെ, മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണോ? പാടാണ്, പക്ഷെ നിർബന്ധിച്ച് കഴിപ്പിക്കണം. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്ന് തന്നെ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഡോക്ടർ. പിന്നെ മിസ്റ്റർ വരുൺ, മുത്തശ്ശി പുറമേ വലിയ ധൈര്യം കാണിക്കുന്ന ആളാണ്, അതവരുടെ സംസാരത്തിൽ നിന്ന് അറിയാൻ പറ്റും. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഉള്ളിന്റെ ഉള്ളില് അവർക്ക് പൊതിഞ്ഞു പിടിച്ച കുറെ സങ്കടങ്ങളുണ്ട്. അത് ഈ ഫാമിലിയെ കുറിച്ച് തന്നെയാവും. പക്ഷേ അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. മെന്റൽ ഷോക്കുകൾ ഉണ്ടാവാൻ എളുപ്പമാണ്. എന്താ പ്രശ്നമെന്നറിയോ? എല്ലാവരിൽ നിന്നും കുറെ സ്നേഹം എക്സ്പെക്ട് ചെയ്തിട്ട് അത് കിട്ടാതെ വരുമ്പോ പെട്ടെന്നങ്ങ് വല്ലാതാവും. എനിവേ, കുറച്ചു കാലത്തേക്ക് ഈ കുടുംബ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവരെ ഒന്ന് നീക്കി നിർത്താൻ ശ്രമിക്കണം. ചെയ്യാം ഡോക്ടർ. ഓക്കെ. മുത്തശ്ശി ഇപ്പം ഞങ്ങളുടെ കൂടെ, അവിടെ യാതൊരു പ്രശ്നമില്ല. ശരിയാണ്. താങ്ക് യു. ശരി. മീനാക്ഷിക്കുട്ടിയെ, ഇനിയിപ്പൊ മീനാക്ഷിക്കുട്ടി തനിയെ വാരി കഴിക്കില്ല എന്ന് തോന്നുന്നല്ലോ. മോളെന്തിനാ തനിയെ വാരി കഴിക്കുന്നേ? വാരി കൊടുക്കാനൊക്കെ ഞാനുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞ, രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുന്നതും കഴിപ്പിക്കുന്നതും ഒക്കെ കാണാൻ നല്ല ചന്തമുണ്ട് അല്ലേ? പിന്നെ അമ്മയും കുഞ്ഞെന്നൊക്കെ പറഞ്ഞാല് മനസ്സിന് സന്തോഷമുള്ള കാഴ്ചയല്ലേ? മക്കളൊക്കെ മുതിർന്നപ്പോ നമ്മളിട്ട് പോയിച്ചാലും നമ്മക്കുണ്ട് ഓർക്കാൻ ഇങ്ങനെയൊക്കെ ചിലത്. എന്താടാ? അതെ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോ അമ്മ എനിക്ക് ഭക്ഷണം വാരി തന്നതൊക്കെ എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ടേ.